ഒരു വലിയ ദുരന്തമുണ്ടായപ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് വയനാടിന്റെ പുനരധിവാസത്തിനായി സംസാരിച്ചവരാണ്. അതിനുവേണ്ടി നമ്മൾ അത്യധികം പരിശ്രമിച്ചവരാണ്. നമ്മുടെ മുന്നിലേക്കാണ് ഇതാ നോക്കൂ, കെട്ടിക്കിടക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ദൃശ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ദുരിതബാധിതർക്ക് കിട്ടുന്നതാകട്ടെ പുഴുവരിച്ച കിറ്റും അതോടൊപ്പം തന്നെ ഉപയോഗശൂന്യമായ വസ്ത്രങ്ങളുമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വലിയ വ്യാപകമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയരേണ്ടതുമാണ്. കാരണം അങ്ങനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഒരു ഭാഗം മനുഷ്യർ ശ്രമിക്കുമ്പോൾ എന്തിന്, ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ ദുരിതബാധിതർ ഒരു ഭാഗത്ത് അവർ അതിജീവനത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഇങ്ങനെ ഗോഡൌണിൽ കെട്ടിക്കിടക്കാൻ വേണ്ടിയാണോ നമ്മളെല്ലാവരും വസ്തുക്കൾ, അത് ഭക്ഷണമാകട്ടെ വസ്ത്രങ്ങളാകട്ടെ എന്താണെങ്കിലും ഈ ഗോഡൌണിൽ കെട്ടിക്കിടക്കാൻ വേണ്ടിയാണോ കൊടുത്തയച്ചതെന്ന ചോദ്യമുണ്ട്. നോക്കൂ, അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കളുടെ ഭക്ഷ്യക്കിറ്റുകളുടെ ദൃശ്യങ്ങൾ നമ്മൾ വരികയാണ്. ഏതോ മാസം 7ാം മാസമൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഭക്ഷ്യക്കിറ്റുകളുടെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഇത് ദുരിതബാധിതർക്ക് വേണ്ടി പല ഭാഗത്ത് നിന്ന്, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന്, അത് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഒഴുകിയെത്തിയ വസ്തുക്കളാണ്. അതിവിടെ ഇങ്ങനെ ഗോഡൌണിൽ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഇത് ആരാണ് ഇത് വിതരണം ചെയ്യേണ്ടിയിരുന്നത്, ഇത് പരിശോധിക്കേണ്ടിയിരുന്നത് ആരാണ്? അങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട്. എന്തായാലും കൃത്യമായ സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്നുള്ളത് ഉറപ്പാണ്.